ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഇറാനിൽ വലിയൊരു ബഹുജന പ്രക്ഷോഭം നടക്കുകയാണ്. രക്തരൂഷിതമായ ബഹുജന പ്രക്ഷോഭം എന്ന് തന്നെ പറയണം. 1979 അവിടെ സ്ഥാപിതമായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന മതഭരണകൂടത്തിനെതിരെ കഴിഞ്ഞ 46 കൊല്ലത്തിനിടയിൽ നടന്ന ഏറ്റവും വലിയ ബഹുജന സമരമാണ് ഇറാനിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. 1979 ഏതാണ്ട് 14 കൊല്ലത്തെ നാട് കടത്തലിന് ശേഷം അവരുടെ മത നേതാവായ അയത്തുള്ള ഖൊമേനി തിരിച്ച് ഇറാനിലേക്ക് വന്ന് സ്ഥാപിതമായതാണ് ഇന്ന് നാം കാണുന്ന ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്. ഇപ്പോൾ നടക്കുന്ന ബഹുജന പ്രക്ഷോഭം അഭൂതപൂർവമായ ഒന്നാണ്. ഇടയ്ക്കിടയ്ക്ക് ഇറാനിൽ ബഹുജന പ്രക്ഷോഭം ഉണ്ടാകുന്നത് നമുക്കറിയാവുന്നതാണ്. ഇന്ന് ജനുവരി 14 ഞാൻ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ഈ സമയം വരെയുള്ള അറിവ് വെച്ച് വാർത്താ വിതരണത്തിനൊക്കെ വലിയ തടസ്സങ്ങളുണ്ട്. ഇൻ്റർനെറ്റിന് തടസ്സമുണ്ട്, ആളുകൾക്ക് ഫോൺ വിളിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊക്കെ നമുക്ക് ഇറാനിലെ വാർത്തകൾ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച്, ജനുവരി 14 റിപ്പോർട്ട് അനുസരിച്ച് കുറഞ്ഞത് 3000 പേരെങ്കിലും ഇറാനിലെ തെരുവുകളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഈ ജനമുന്നേറ്റം ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നൊന്നും പറയുവാൻ ഇപ്പോൾ എളുപ്പമല്ല. അമേരിക്കയ്ക്ക് അവിടെ അവരുടെ ഒരു പാവ ഭരണകൂടത്തിനെ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിൻ്റെ രീതിയിലാണ് അമേരിക്ക നീക്കങ്ങൾ നടത്തുന്നത്. എന്നാൽ ഇറാനിലെ ജനങ്ങൾ ഏത് ദിശയിലേക്കാണ് ഈ ബഹുജന മുന്നേറ്റത്തിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്നറിയുവാൻ യാതൊരു നിർവാഹവുമില്ല. അമേരിക്കയുടെ ഒരു ചട്ടുകമായി ഈ ബഹുജന പ്രക്ഷോഭം മാറും എന്ന് പ്രതീക്ഷിക്കാനും വകയില്ല. എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദിശ, രാഷ്ട്രീയ ദിശയോ പ്രത്യയ ശാസ്ത്രമോ വ്യക്തതയോ ഈ ജനമുന്നേറ്റത്തിനുണ്ടോ എന്നും നമുക്കറിയില്ല. ഏതായാലും ഇറാനിലെ മർദ്ദക ഭരണകൂടത്തിനെതിരെയുള്ള വലിയ ജനപ്രക്ഷോഭമാണ് ഇത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഇന്നത്തെ ദില്ലി ദാലി പോഡ്കാസ്റ്റ് ഇറാനിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഖ്യാതനായ ചലച്ചിത്ര സംവിധായകൻ ജാഫർ പനാഹി ഈ ജനമുന്നേറ്റത്തെക്കുറിച്ച്, ആ ജനമുന്നേറ്റത്തിനെ ഇറാൻ ഗവൺമെൻറ് അടിച്ചമർത്തുന്ന രീതിയെക്കുറിച്ച് പറഞ്ഞ ചില വാചകങ്ങളാണ്. ആ വാചകങ്ങളാണ് ദില്ലി ദാലിയുടെ ഈ പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ പോഡ്കാസ്റ്റുകളിലും ഞാൻ പതിവായി നടത്തുന്ന ആമുഖ അഭ്യർത്ഥന ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ദില്ലി ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് നടപടിക്രമങ്ങളൊന്നുമില്ല. തൊട്ടു താഴെയുള്ള സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ നിങ്ങളൊന്ന് അമർത്തിയാൽ മാത്രം മതി. അത് സബ്സ്ക്രിപ്ഷൻ ചാർജസോ ഒന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ വിനീതമായ പോഡ്കാസ്റ്റ് സംരംഭത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ലക്കം പോഡ്കാസ്റ്റിലേക്ക് കടക്കാം. ഇറാനിയൻ നവതരംഗ സിനിമയുടെ ഭാഗമാണ് ജാഫർ പനാഹി. കേരളത്തിൽ ഇറാനിയൻ സിനിമയ്ക്ക് വലിയ ആരാധകരുള്ള ഒരു സമൂഹമാണ് കേരള സമൂഹം. അവർക്കെല്ലാവർക്കും ജാഫർ പനാഹിയുടെ ചിത്രങ്ങൾ വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. 1995 അദ്ദേഹത്തിൻ്റെ കന്നി ചിത്രമായ ദ വൈറ്റ് ബലൂൺ തന്നെ കാൻ ചലച്ചിത്രോത്സവത്തിൽ പാമുഡോർ പുരസ്കാരം നേടിയതാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ചലച്ചിത്രങ്ങളും കേരളത്തിലെ ചലച്ചിത്രോത്സവങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടവുമായി, മതഭരണകൂടവുമായി ജാഫർ പനാഹിക്കുള്ള സംഘർഷഭരിതമായ ചരിത്രവും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിരവധി തവണ ജയിൽ ശിക്ഷ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്, നാടുകടത്തലിന് വിധേയമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 20 കൊല്ലത്തേക്ക് ചലച്ചിത്ര നിർമ്മാണത്തിൽ നിന്നും അദ്ദേഹത്തെ നിരോധിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇറാനിലെ ഭരണകൂടം. ഏതായാലും 2025 ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചലച്ചിത്രം. ആ ചലച്ചിത്രവും നാം കഴിഞ്ഞ ചലച്ചിത്രോത്സവങ്ങളിൽ കണ്ടതാണ്. 2025 കാനിലെ പാമിഡോർ അവാർഡ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ് എന്ന ചലച്ചിത്രത്തിന് കിട്ടുകയുണ്ടായി. ഈ ചിത്രം അദ്ദേഹം ഇറാനിയൻ സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ എടുത്തതാണ് എന്ന് നാം ഓർക്കണം.
ഇറാനിയൻ സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെയാണ് ജാഫർ പനാഹി ഇതിൻ്റെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. ഇതിൻ്റെ പ്രദർശനം കാൻ ചലച്ചിത്രോത്സവത്തിൽ നടക്കുന്നതിന് തൊട്ടു മുൻപ് വീണ്ടും ഇറാനിലെ വിപ്ലവ ഭരണകൂടം, ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനിലെ വിപ്ലവ കോടതി അദ്ദേഹത്തിന് വീണ്ടും തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. പക്ഷേ ആ സമയമായപ്പോഴേക്കും അദ്ദേഹം ഇറാൻ വിട്ടിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ തടവിലല്ലാതെ ഇരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി 3-ാം തീയതി ഗോൾഡൻ ഗ്ലോബ് അവാർഡ് വാങ്ങുന്ന ചടങ്ങിലേക്ക് അദ്ദേഹം ന്യൂയോർക്കിൽ പോകുന്ന വഴി കാറിൽ വെച്ച് BBC-യുടെ പ്രതിനിധി ജാഫർ പനാഹിയോട് സംസാരിച്ചിരുന്നു ഇറാനിലെ സ്ഥിതിവിശേഷങ്ങളെക്കുറിച്ച്. BBC-യുടെ ഗ്ലോബൽ പോഡ്കാസ്റ്റിലെ ശബ്ദലേഖനമാണ് ദിലീദ് അലി ഈ പോഡ്കാസ്റ്റിൽ ഉപയോഗിക്കുന്നത്. BBC ഗ്ലോബൽ പോഡ്കാസ്റ്റിനോടുള്ള കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുകയാണ് ഈ പോഡ്കാസ്റ്റിൽ ആ ശബ്ദലേഖനത്തിൻ്റെ ചില ഭാഗങ്ങൾ ഉപയോഗിക്കുന്നതിൽ. അദ്ദേഹം വലിയ ട്രാഫിക് ജാമിലായിരുന്നു. ആ ട്രാഫിക് ജാമിനിടയിൽ അദ്ദേഹം പുരസ്കാര ചടങ്ങിൽ പോവുകയും പുരസ്കാരം വാങ്ങിച്ചതിന് ശേഷം തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് BBC-യുടെ പ്രതിനിധിയോട് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. ഞാൻ കാണാനിടയായ വീഡിയോ ദൃശ്യങ്ങൾ ദൗർഭാഗ്യകരമാണ്. നിരവധി മൃതദേഹങ്ങൾ തെരുവുകളിൽ കാണാൻ കഴിഞ്ഞു. ഭരണകൂടത്തിൻ്റെ പോലീസ് പ്രതിഷേധക്കാരെ വെടിവെച്ച് വീഴ്ത്തുകയാണ്. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാനായിരുന്നില്ല ഈ വെടിവെപ്പ്, മറിച്ച് അവരെ കൊല്ലാൻ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇറാനിയൻ ആർമിയുടെ ബുള്ളറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കൊല്ലപ്പെട്ടവരെ തിരിച്ചറിയുവാൻ ബന്ധുക്കൾ മൃതദേഹങ്ങൾക്കിടയിലൂടെ നടക്കുന്ന കാഴ്ച നടുക്കുന്നതാണ്. അവാർഡ് വാങ്ങാനായി കാറിൽ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ട്രാഫിക് ജാമിൽ കുടുങ്ങിക്കിടക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടത്. കാറിൽ നിന്നിറങ്ങാനുള്ള മാനസികാവസ്ഥ പോലും എനിക്കില്ലായിരുന്നു. അവാർഡ് ദാന ചടങ്ങിൽ എനിക്ക് ഒന്നും പറയാൻ കൂടി കഴിഞ്ഞില്ല. ഞാൻ അത്രയ്ക്ക് തകർന്നു പോയിരുന്നു. താങ്കൾ ഇറാനിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറെടുക്കുകയാണോ, അതൊരു അപകടമല്ലേ എന്ന് BBC പ്രതിനിധി ചോദിച്ചപ്പോൾ ജാഫർ പനാഹിയുടെ മറുപടി ഇതായിരുന്നു. അപകടം, റിസ്ക് എന്നൊക്കെ വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങളെല്ലാം തെരുവിലാണ് ഇറാനിൽ. അവർ സ്വന്തം ജീവൻ പണയം വെച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ അവരിൽ നിന്നും ഒരു തരത്തിലും വ്യത്യസ്തനല്ല. ഇത് ഞാൻ 4 മാസങ്ങൾക്ക് മുൻപേ വ്യക്തമാക്കിയതാണ്. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഞാൻ തിരികെ ഇറാനിലേക്ക് പോകുകയാണ്. BBC പ്രതിനിധിയുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു: നിങ്ങളെ ഇറാനിയൻ ഭരണകൂടം മുൻപ് ജയിലിലിട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ കാത്ത് മറ്റൊരു വിധി അവിടെ കിടക്കുന്നുമുണ്ട്. നിങ്ങൾ തിരിച്ചു ചെന്നാൽ ഉടൻ ജയിലിലേക്കായിരിക്കും പോവുക. അപ്പോൾ ജയിലിലേക്ക് പോകുവാൻ തയ്യാറായിട്ടാണോ ഈ മടക്കയാത്ര? ജാഫർ പനാഹിയുടെ മറുപടി ഇതായിരുന്നു: നിങ്ങൾ ഇറാനിൽ ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുകയും അവിടുത്തെ സെൻസർഷിപ്പിന് വഴങ്ങാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിനൊക്കെ നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും. ഞാനും എന്നെപ്പോലുള്ള മറ്റ് ചലച്ചിത്ര പ്രവർത്തകരും ആ വില കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. ഇപ്പോഴും ഞങ്ങൾ തയ്യാറാണ്. ഡോക്യുമെൻ്ററി ഫിലിം മേക്കറായ മുഹമ്മദ് മിസോഫ് അടക്കമുള്ളവർ ഇപ്പോൾ ജയിലിലാണല്ലോ. എത്രയോ വർഷങ്ങളായി അദ്ദേഹം ജയിലിലാണ്. അതിനാൽ ഇതൊക്കെ എന്നെക്കുറിച്ച് മാത്രമുള്ള കാര്യമല്ല. BBC പ്രതിനിധിയുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു: നിങ്ങൾ ഇറാനിലേക്ക് വരേണ്ട, പുറത്ത് കലാപ്രവർത്തനങ്ങൾ നടത്തിക്കോളൂ എന്ന് ഇറാനിയൻ സർക്കാർ പറഞ്ഞാലോ? ആ ചോദ്യത്തിന് ജാഫർ പനാഹിയുടെ മറുപടി ഇതായിരുന്നു: എൻ്റെ സിനിമ കാണാതെ എന്നെ തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ് അവർ. കലാകാരന്മാർ എന്നും ജനങ്ങൾക്കൊപ്പമാണ് നിന്നിട്ടുള്ളത്. ചലച്ചിത്ര പ്രവർത്തകരിൽ ഒരു വലിയ വിഭാഗം സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണമെന്നും അവർക്ക് തുല്യ അവകാശങ്ങൾ വേണമെന്നും വാദിക്കുന്നവരാണ് ഇറാനിൽ. ഇപ്പോൾ ഞാൻ ഇറാനിന് പുറത്താണെങ്കിലും ഞാൻ ഇറാനിയൻ ജനതയ്ക്ക് ഒപ്പമാണ്. ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ബഹുജന പ്രക്ഷോഭത്തെക്കുറിച്ച് ഇറാനിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ചലച്ചിത്രകാരന്മാരിൽ ഒരാളായ ജാഫർ പനാഹി BBC പ്രതിനിധിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാചകങ്ങളാണ് ദിലീദ് അലിയുടെ ഈ പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. പോഡ്കാസ്റ്റ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, S. ഗോപാലകൃഷ്ണൻ.